ഇങ്ങനത്തെ ഒരു കടലാസിന് നമുക്ക് 1 ഗ്രാം ഗോൾഡിന്റെ വാല്യൂ കൊടുക്കാൻ പറ്റുകയാണെങ്കിലോ അതൊരു എക്സൈറ്റിംഗ് ഐഡിയ ആണെന്ന് തോന്നുന്നു അല്ലെ. അതുപോലെ തന്നെ ആ ഒരു കടലാസിന് തന്നെ 1 ഗ്രാം തൊട്ടിട്ട് നമുക്ക് 4 കിലോഗ്രാം വരെ ഗോൾഡിന്റെ വാല്യൂ കൊടുക്കാൻ പറ്റും എന്നാണ് ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഇത് എന്റെ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല, ഇത് ഓൾറെഡി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സെക്ടറിൽ ഓൾറെഡി കാലങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഉള്ളതാണ്. ബട്ട് നമ്മൾ ആരും ഇതിനെ കുറിച്ച് ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനെ കുറിച്ച് മെസ്സേജും ടിവിയിൽ പരസ്യവും അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുണ്ടെങ്കിൽ കൂടി നമുക്ക് ആർക്കും ഇതിനെ കുറിച്ചൊരു വലിയ ധാരണയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് 2 രീതിയിലാണ്. ഒന്ന് കൺസ്യൂമർ, ഒന്ന് ഇൻവെസ്റ്റർ. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്വർണ്ണക്കടയിൽ പോകണം, കുറച്ച് സ്വർണ്ണം വാങ്ങിക്കണം, എന്നിട്ട് നമ്മളൊരു ഫംഗ്ഷന് യൂസ് ചെയ്യണം, എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് നേരെ അൽമാരിയിൽ വെക്കണം. രണ്ടാമത് ഇന്ന് നമ്മൾ ആ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണു, എന്നിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അത് പണയം വെക്കുക അല്ലെങ്കിൽ വിൽക്കുക, എന്നിട്ട് അത് നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. രണ്ടാമത്തെ ഞാൻ കണ്ടേക്കുന്ന കൂടുതലും നോർത്ത് ഇന്ത്യൻ സൈഡിലാണ്. ഈ മാർവാഡീസ് ആണ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക. അവര് എന്താ പറയുക, ഒരു ഷൂസോ അല്ലെങ്കിൽ ഒരു ബാഗോ വാങ്ങിക്കുന്നതിന് പകരം അവർ കുറച്ച് ഗോൾഡ് വാങ്ങിക്കും, എന്നിട്ട് അത് അവർ അവരുടെ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഗോൾഡ് ആസ് എൻ അസറ്റ് ക്ലാസ് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് എക്സിസ്റ്റിംഗ് മാർക്കറ്റിലുള്ളത്, എങ്ങനെയാണ് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോൾഡിനെക്കാട്ടിലും നമുക്ക് എങ്ങനെയാണ് അത് ഫ്രൂട്ട്ഫുൾ വാങ്ങിക്കുന്നത്. ഈ സ്കീമിൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യണതിൽ നമുക്ക് എന്താണ് ലാഭം, ഡയറക്റ്റ് ഗോൾഡ് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസ് കോൺസ്, എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്, എന്തിനാണ് ഇതിന്റെ ഒരു ആവശ്യം, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഹലോ ഓൾ, എൻ്റെ പേര് അജീഷ്, ഞാനൊരു ഫിനാൻസ് പ്രൊഫഷണലാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഫസ്റ്റിലത്തെ ഇന്റർവ്യൂ കണ്ടപ്പോൾ കുറെ പേർക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു, സോവറിൻ ഗോൾഡ് ബോണ്ടിനെ കുറിച്ചാണ്. എന്താണ് സോവറിൻ ഗോൾഡ് ബോണ്ട്, എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യണം, അതിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ലാഭം, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, നമ്മൾ അതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് തൊട്ടിട്ട് എൻഡിങ് വരെ കാണണം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്തിനാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മുടെ രാജ്യത്തെ ട്രേഡ് ഇംബാലൻസ് വളരെ ഹ്യൂജ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇമ്പോർട്ട്സ് ആണ് എക്സ്പോർട്ടിനെക്കാട്ടിലും കൂടുതൽ. ഏതൊരു രാജ്യത്തിന്റെയും എക്സ്പോർട്ട് കൂടിയാൽ മാത്രമാണ് ആ രാജ്യം വളരുള്ളൂ. ഫോർ എക്സാമ്പിൾ ചൈനയുടെ എക്സ്പോർട്ട് ആണ് ഏറ്റവും കൂടുതൽ, അവരുടെ ഇമ്പോർട്ട്സ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഇമ്പോർട്ട്സ് കൂടുതലായതുകൊണ്ട് നമ്മുടെ ട്രേഡ് ഇംബാലൻസ് വളരെ ഹ്യൂജ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് ഇമ്പോർട്ട്സ് കൂടിയതുകൊണ്ടാണ് നമ്മളൊരു ട്രേഡ് ഇംബാലൻസ് ഉള്ളത്. നമുക്കൊരു ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഒരു ട്രേഡ് ഇംബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ടിനെക്കാട്ടിലും താഴേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടും എക്സ്പോർട്ടിനും ഡിഫറൻസ് ആണ് ഇതിന്റെ ഒരു റീസൺ എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇമ്പോർട്ട് നമുക്ക് കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ട്സിൽ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടിയിൽ ഒഴിക്കാൻ, നമ്മളത് റിഫൈൻ ചെയ്തിട്ട് നമ്മുടെ വണ്ടിയിൽ ഒഴിക്കാനും വാസ്ലീനും പിന്നെ എന്താ പറയുക ഏവിയേഷൻ സെക്ടറിലും ഇങ്ങനെ പറയുന്ന പല ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയാണ് ക്രൂഡ് ഓയിൽ കൊണ്ട്. അപ്പോൾ അത് ഒരു വളരെ നീഡഡ് ആയ ഒരു സംഭവമാണ്. അതും ഇങ്ങനത്തെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ക്രൂഡ് ഓയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെൻ നമുക്ക് ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കാം, അത്രേ ഉള്ളൂ. സെക്കൻഡ് ടോപ്പ് മോസ്റ്റ് ആണ് ഗോൾഡ്. ലോകത്തിന് 25% ഓഫ് ഗോൾഡ് സ്റ്റോക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ഹൗസ് ഹോൾഡ് ഉണ്ട് എന്ന് പറയാം. അപ്പൊ അത്ര അധികമാണ് നമ്മുടെ ഗോൾഡ് കൺസംഷൻ. നമ്മുടെ ഗോൾഡ് നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ റിലീജിയസ്ലി നമ്മൾ വളരെ കണക്റ്റഡ് ആണ് ഗോൾഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഗോൾഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഗോൾഡ് നമുക്ക് എങ്ങാനും ഒരു ലെവൽ വരെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാട്. കുറെ അധികം കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ കറൻസി വീക്ക് ആവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇമ്പോർട്ട്സ് കുറയ്ക്കാനും അല്ലെങ്കിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒരു ട്രേഡ് ബാലൻസിൽ കൊണ്ടുവരാൻ നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ ഒരു പേപ്പറിന് എക്സാമ്പിൾ കൊടുത്തത്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് ഉദ്ദേശം വന്നിട്ട് എന്താ വെച്ചാൽ, ഒരു പേപ്പറിന് നമ്മൾ ഗോൾഡിന്റെ മൂല്യം കൊടുക്കാൻ നോക്കുക. സാധാ ഒരു കടലാസ് കഷ്ണം നമ്മൾ ഗോൾഡിന് മൂല്യം കൊടുക്കുകയാണ്. ഇത് RBI ബാക്ക്ഡ് ആണ്. RBIന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ അപ്രൂവൽ ഉണ്ട്. അങ്ങനെയാണ് ഇത് ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്
നിങ്ങളൊരു ഗോൾഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ മേക്കിംഗ് ചാർജസ് വരാറുണ്ട്, 25%, 20%, എത്രയാണോ എനിക്ക് അറിയില്ല. ബട്ട് ദെൻ ഒരു മേക്കിംഗ് സർട്ടൻ എമൗണ്ട് ഓഫ് മേക്കിംഗ് ചാർജസ് ഉണ്ട്. മേക്കിംഗ് ചാർജസ് മാത്രമാണോ? GST ഉണ്ട്, വേറെ അധികം ടാക്സസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഗോൾഡ് വല്ല ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിലോ, നമ്മൾ വാങ്ങിക്കുന്ന ഗോൾഡ് പക്ക പ്യൂർ ആണെന്ന് നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. പല പരസ്യത്തിലും പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ പ്യൂർ ഗോൾഡ് ആണോ എന്ന് വാങ്ങിക്കണമെന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, അല്ലെ? പിന്നെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ വന്നിട്ട് ഇത് ഹോൾഡ് ചെയ്യുക. നമ്മളുടെ വീട്ടിൽ വെക്കുന്നതിന് ഒരു റിസ്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ വെക്കണില്ലെങ്കിൽ നമ്മൾ ലോക്കറിൽ വെക്കുകയാണ്, ബാങ്ക് ലോക്കറിൽ. അപ്പൊ ആ ലോക്കറിന് നമുക്കൊരു കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിസിക്കലി ഒരു ഗോൾഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട്, നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്താലും അത് സെൽഫ് സസ്റ്റൈനിങ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഫിസിക്കൽ മെറ്റൽ ഗോൾഡ് നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കൂടുന്നു എന്നല്ലാണ്ട് നമുക്ക് അതുകൊണ്ടൊന്നും കിട്ടാനില്ല പ്രസന്റ്ലി, അല്ലെ? റിസ്ക് കൂടുന്നു, നമ്മുടെ കോസ്റ്റ് കൂടുന്നു, അല്ലാണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു വരുമാനം കിട്ടണ്ടോ? ഇല്ല. നമ്മളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടുന്നു, എന്നിട്ട് അത് നേരെ കൊണ്ടിട്ട് നമ്മൾ അൽമാരയിൽ തള്ളുള്ളൂ, അത്രയല്ലേ ചെയ്യുന്നു. അപ്പൊ അത്രയും തന്നെയായിരുന്നു ഡീമെറിറ്റ്സ് കമ്പയറിംഗ് ടു സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ബൈങ് എ ഫിസിക്കൽ ഗോൾഡ്. ഇനി നമ്മൾ സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. എന്തുകൊണ്ടാണ് അത് വളരെ അട്രാക്റ്റീവ് ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി? ഞാൻ പോണ വാല്യൂ വന്നിട്ട് 24 കാരറ്റിന്റെയാണ്. നമ്മൾ ഏറ്റവും മിനിമം ആയ ഇൻവെസ്റ്റ്മെന്റ് 1 ഗ്രാമാണ്. മാക്സിമം നമുക്ക് 4 കിലോഗ്രാം വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രസന്റ് മാർക്കറ്റ് റേറ്റ് എന്താണോ അതാണ് 1 ഗ്രാമിന്റെ റേറ്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രസന്റ്ലി 5000 സംതിങ് ആണ്. അപ്പൊ 5000 സംതിങ് ആയിരിക്കും. അതിൽ തന്നെ 50 രൂപ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ്. ഇത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഫോർമില് നമ്മുടെ FD റെസീറ്റ് ഹോൾഡ് ചെയ്യണ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. മെന്റലി നമുക്ക് റിസ്ക് വളരെ കുറവായിട്ട് തോന്നിക്കും. തേർഡ് വന്നിട്ട് ഇതിന് മേക്കിംഗ് ചാർജസ് ഇല്ല. അത് ഓൾറെഡി ഒരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. മേക്കിംഗ് ചാർജസ് ഇല്ല. നമ്മളൊരു ഗോൾഡ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചു, ബട്ട് ദെൻ ഒരു മേക്കിംഗ് ചാർജസ് ഇല്ല. ബട്ട് ദെൻ ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഗോൾഡ് തന്നെയാണ് വാങ്ങിച്ചത്, ബട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റിലാണെന്ന് മാത്രം. ഫോർത്ത് ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം, ഇതില് നമുക്ക് റിട്ടേൺസ് കിട്ടും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് സസ്റ്റൈനിങ് ആവണം നമ്മുടെ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ. ഈ ഇൻവെസ്റ്റ്മെന്റിൽ ഇതിന് സെൽഫായിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടും. സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.5% ആനുവലി സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് റിട്ടേൺസ് തരും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഡൗട്ട് തോന്നാം, എവിടെ നിന്നാണ് ഈ റിട്ടേൺസ് വരുന്നത് എന്നാണ്. സോവറിൻ ഗോൾഡ് ബോണ്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലൊരു റിട്ടേൺസ് വരുന്നത്? അപ്പൊ അതിനെ കുറിച്ചൊന്ന് സംസാരിച്ചു. ഇപ്പോൾ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അവർ കുറെ പ്രൊജക്ട്സ്, കുറെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പറയും. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അത്രയും എമൗണ്ട് കിട്ടുന്നത് RBIന്റെ സൈഡിൽ നിന്നാണ്. RBIന് അതിന്റെ പകരമായിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊടുക്കും. ഓക്കെ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യും. ഒരു കൊലാട്രൽ പോലെ അവിടെ വെക്കും, ഒരു വീട് പോലെ അവിടെ വെക്കും. അതിന് പകരം RBI സർക്കാരിന് ലോൺ കൊടുക്കും. ആ ലോൺ കൊണ്ടാണ് ഈ പറയുന്ന ഡിഫറെന്റ് പ്രൊജക്ട്സ് ഒക്കെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്ട് ഇതിപ്പോ ലോണാണ്. അപ്പൊ ലോണിന് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടേ, തിരിച്ചൊരു അടവ് വേണ്ടേ? അപ്പൊ ഈ അടവ് വരുന്നത് ടാക്സ് പേയേഴ്സിന് കയ്യിലാണ്. നമ്മൾ GST പേ ചെയ്യുന്നു, നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്നു. ആ ടാക്സ് പേയേഴ്സിന് മണി എടുത്തിട്ടാണ് ഇവർ ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗവൺമെന്റ് ബോണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ടാക്സ് പേയേഴ്സിന്റെ പൈസയിൽ നമുക്കും ഒരു സർട്ടൻ ഇൻട്രസ്റ്റ്, സർട്ടൻ എമൗണ്ട് നമുക്കും കിട്ടും. അതൊരു വളരെ എക്സൈറ്റിംഗ് ആയ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഞാൻ പേ ചെയ്യുന്ന ടാക്സിന് തന്നെ എനിക്ക് തന്നെ സർട്ടൻ എമൗണ്ട് തിരിച്ച് റിട്ടേൺസ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല. മോസ്റ്റ്ലി എല്ലാ ഗോൾഡ് ETF-ലും മ്യൂച്വൽ ഫണ്ട്സിലും വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പറയുന്ന ഒരു ടാക്സ് ഇതിലില്ല. അപ്പൊ ഇത്രയും തന്നെയായിരുന്നു ബെനിഫിറ്റ്സ്. ഇനി നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി. സാധാരണ വർഷത്തിൽ പല ക്വാർട്ടേഴ്സിലുമായിട്ട് RBI ഇത് സോവറിൻ ഗോൾഡ് ബോണ്ട് അനൗൺസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് എനിക്ക് നവംബർ 9 തൊട്ടിട്ട് നവംബർ 10 വരെ ഉണ്ടായിരുന്നതാണ്. ലേറ്റസ്റ്റ് 13 വരെ ഉണ്ടായിരുന്നതാണ് ധൻതേരസ്, അല്ലെങ്കിൽ നമ്മുടെ അക്ഷയ തൃതീയ എന്ന് പറയുന്ന ആ ഒരു സീസൺ കണ്ടിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഈ തവണ മിസ് ചെയ്ത ആൾക്കാർക്ക് നെക്സ്റ്റ് സീരീസ് വരുമ്പോൾ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ത്രൂവും ഇൻവെസ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ജനറലി ഇൻവെസ്റ്റ് ചെയ്യാൻ 4 രീതികളാണ്: ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, SHCIL, പിന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട്. ബാങ്കിലും പോസ്റ്റ് ഓഫീസിലും ത്രൂ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫോം ഒക്കെ അവർ തരും. ആ ഫോം ഫില്ല് ചെയ്യുക, നമ്മൾ KYC കൊടുക്കുക. അതിന്റെ പകരം നമുക്ക് അവർ ഒരു സർട്ടിഫിക്കറ്റ് തരും. ഇപ്പോൾ SHCIL ആണെങ്കിൽ സ്റ്റോക്ക് ഹോൾഡിംഗ് കമ്പനി ഇന്ത്യ ലിമിറ്റഡ്, അതിൽ അവരുടെ സൈറ്റ് പോയിട്ട് നമുക്ക് ഓൺലൈൻ ചെയ്യാം.
ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് വേ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അപ്സ്റ്റോക്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അപ്സ്റ്റോക്സിന്റെ വാച്ച് ലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾ സെർച്ച് ബട്ടണിൽ SGB എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീരീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ലിമിറ്റേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഫിസിക്കലി ഒരു ഗോൾഡ് വാങ്ങിക്കണ പോലെ നിങ്ങൾക്ക് ഇത് ഇട്ടുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കയ്യിൽ ഇത്ര ഗോൾഡ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയൊക്കെ സ്വർണ്ണം ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല ലോകത്തിൽ കമ്മ്യൂണിറ്റീന് മുമ്പിൽ. അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. കാരണം കുറേ അധികം ആൾക്കാർ ഇതൊരു ലക്ഷറി ഗുഡ്സ് ആയിട്ടാണ് നമുക്ക് ഗോൾഡിന് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത് ഇതിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. മിനിമം 5 years ആണ് ഇതിന്റെ ലോക്ക് ഇൻ പീരീഡ്. മെച്യൂരിറ്റി വന്നിട്ട് 8ാമത്തെ വർഷത്തിലാണ്. 8ാമത്തെ വർഷത്തിൽ തന്നെ ഇത് ക്ലോസ് ആയി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് ഫോമിലാണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് ബിഫോർ 5 years നമുക്ക് 5 വർഷത്തിന് മുമ്പേ ഇത് വേണമെങ്കിൽ വിൽക്കാം. ബട്ട് അതിനൊരു ബയർ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ 5 വർഷത്തിന് മുമ്പ് ഇത് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ഇതിനൊരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ എലിജിബിൾ ആയി പോകും. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇതിൽ ആപ്ലിക്കബിൾ ആവും. പിന്നെ ഇതിൽ ഇൻകം ടാക്സ് ഉണ്ട്. ഇൻകം ടാക്സ് വന്നിട്ട് നമ്മുടെ ക്യാപിറ്റലിൽ വരുന്ന അപ്രീസിയേഷൻ ഇല്ല, 2.5% നമുക്ക് എല്ലാ വർഷവും കിട്ടും എന്ന് പറയുന്ന ആ എമൗണ്ടിലാണ്. ആ എമൗണ്ട് നിങ്ങളുടെ ഇൻകമിൽ ആഡ് ആവും. എന്നിട്ട് അപ്പോൾ നിങ്ങൾ ഏത് സ്ലാബിൽ വരുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് പെടുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിലോ ടാക്സ് സ്ലാബിലുള്ള ആളാണെങ്കിൽ, ജസ്റ്റ് ബിലോ ടാക്സ് സ്ലാബിന് ആളാണെങ്കിൽ ഈ ഒരു ഇൻകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ടാക്സ് സ്ലാബിന് എലിജിബിൾ ആവും, നെക്സ്റ്റ് ടാക്സ് സ്ലാബിന് എലിജിബിൾ ആവും. അപ്പോൾ നിങ്ങൾ നല്ലൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. അതും ഒരു ലിമിറ്റേഷൻ. ബട്ട് ഈവൻ കൺസിഡറിങ് ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് എല്ലാം വലിയ ലിമിറ്റേഷൻസ് അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു സെൽഫ് സസ്റ്റൈനിങ് ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് തോന്നുന്നില്ല ഇതൊരു വളരെ ഹ്യൂജ് ആയ ലിമിറ്റേഷൻ ആണ്. എൻ്റെ അഭിപ്രായം ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുന്ന ഇപ്പം നിങ്ങളൊരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഗോൾഡ് വാങ്ങിച്ചേ പറ്റൂ എന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ ഗോൾഡ് ഫിസിക്കൽ മെറ്റൽ വാങ്ങിക്കുക തന്നെയാണ് നിവർത്തി. ബട്ട് നിങ്ങളൊരു നിങ്ങൾക്കൊരു ഫ്യൂച്ചറിൽ വരുന്ന ഒരു കോൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു 8 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു എക്സ്പെൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിന്റെ ഒരു കല്യാണം എന്നൊക്കെ നിങ്ങൾ ഫ്യൂച്ചറിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടിയും ഇത് വളരെ ലാഭകരമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് 5000 രൂപയ്ക്ക് 5000 സംതിങ് രൂപയ്ക്ക് നിങ്ങൾ ഇന്ന് സോവറൻ ഗോൾഡ് ബോണ്ട് 1 ഗ്രാം വാങ്ങിക്കുകയാണെങ്കിൽ മേ ബി ഒരു 5 വർഷം കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 10,000 ആയി എന്ന് വരാം, ആവട്ടെ എന്ന് വിചാരിക്കാം. ബട്ട് ആയെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് 10,000 രൂപയാണ് ഇതിന് വാല്യൂ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഗോൾഡ് കൂടുന്നതിനനുസരിച്ച് കൂടുകയും ചെയ്യും, ഗോൾഡ് ഇടിയുന്നതിനനുസരിച്ച് ഇടിയും ചെയ്യും. ബട്ട് ദെൻ നിങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നിങ്ങൾ ഗോൾഡ് തന്നെയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. കാരണം ആ സമയത്ത് എന്താണ് ഗോൾഡിന്റെ വാല്യൂ, ആ ഗോൾഡ് നിങ്ങൾ റിഡീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടെ ആഡഡ് ഇൻട്രസ്റ്റും കിട്ടും. അതാണ് ഇതിന് ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാൻ പോകുന്നില്ല. നിങ്ങൾ ഗോൾഡ് ആണ് നിങ്ങളുടെ മെയിൻ എയിം. നിങ്ങൾ ഗോൾഡ് ആണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊരു കൺസ്യൂമറിന്റെ സൈഡിൽ നിന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5,000 grams ആണ് 5,000 rupees ആണ് പെർ ഗ്രാം എങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇത് കുറെ ഹൈലി ഇൻഫ്ലേറ്റഡ് ആണ്, ഇത് ഇത്രയും വലിയ പ്രൈസ് ബബിൾ ആണ് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിചാരിക്കണം ഈ പ്രൈസ് ഇടിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് ഇപ്പൊ നേരെ കൊണ്ട് ഏതെങ്കിലും ഒരു FD ഇടാം. എന്നിട്ട് നിങ്ങളുടെ ലെവൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ ഈ പ്രൈസ് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, എന്റെ എക്സ്പെക്ടേഷനിലും ഇത് പ്രൈസ് ഇത്ര ഹൈഡ് ആണ്. ഇതൊന്നും കൊറോണയുടെ മെഡിസിൻ വന്നു കഴിഞ്ഞാൽ ഇത് കുറെ കൂടി ഇടിഞ്ഞ് ഒരു ലെവൽ വിത്തും. എന്നിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. ഇത് കൂടുള്ളൂ. കാരണം ഗോൾഡ് ഇസ് എ റിയർ മെറ്റൽ ആണ്. നമ്മുടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത് ഫ്യൂച്ചറിൽ ഒരു ബെറ്റർ പ്രൈസിലേക്ക് എന്തായാലും എത്തും. ഒരു ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സോവറൻ ഗോൾഡ് ബോണ്ടിൽ ഇതായിരുന്നു നമ്മുടെ ഒരു വെർഡിക്ട് ദാറ്റ് വെദർ യു ഷുഡ് ഇൻവെസ്റ്റ് ഓർ നോട്ട്, കൺസിഡറിങ്. ഇതിൽ പിന്നെ വേറെ ഒരു എന്താ പറയുക, ഒരു ചെറിയ ഡിമെറിറ്റ് നമുക്ക് പറയണമെങ്കിൽ പറയാം. ഇതിൽ SIP ഇല്ല. നിങ്ങൾക്കൊരു 1 time ഇൻവെസ്റ്റ്മെന്റാ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാ ക്വാർട്ടറിലും വരുമ്പോൾ ഒരു ഗ്രാം വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ എല്ലാ ക്വാർട്ടറിലും നിങ്ങൾക്ക് ഒരു മെച്യൂരിറ്റി വാല്യൂ കിട്ടുമായിരിക്കും. അങ്ങനെയും വേണമെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇത് കൂടാണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൽ വലിയ ഡിമെറിറ്റ്സ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിലും ആ സമയത്തുള്ള ഡിസൈൻ അല്ലെങ്കിൽ ആ സമയത്തുള്ള ട്രെൻഡിനനുസരിച്ചുള്ള ഗോൾഡ് നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റും, അല്ലെ? അപ്പോൾ ഇത്രയും തന്നെയായിരുന്നു സോവറൻ ഗോൾഡ് ബോണ്ടിനെ കുറിച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എൻ്റെ ഹംബിൾ അറ്റംപ്റ്റ് ആയിരുന്നു ടു ഫുള്ളി ഡിസ്ക്ലോസ് ഹൗ സോവറൻ ഗോൾഡ് ബോണ്ട് വർക്ക്സ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു അപ്രീഷിയേറ്റ് യുവർ ക്യാപിറ്റൽ.
അപ്പോൾ ഇത്രയും തന്നെയായിരുന്നു ഈ വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അടുത്ത് പറയുക. ഇപ്പോൾ someone who doesn't know about this channel, please let them know. ഇതുപോലത്തെ ഇനിയും കുറേ ടോപ്പിക്സിന് മുകളിൽ നമുക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഈ ചാനൽ ഷെയർ ചെയ്യുക. ടെൽ them to subscribe. Thank you and thanks a lot.